സ്ഥാപിച്ചുള്ള കടുവകളുടെ മൂന്നാം ഘട്ട കണക്കെടുപ്പ് പൂർത്തീകരിച്ചു. നിലമ്പൂർ സൗത്ത് വനം ഡിവിഷനിലും സൈലന്റ് വാലിയുടെ ഒരു ഭാഗം വനമേഖലയും ഉൾപ്പെടുന്ന 130 ഗ്രിഡുകളിൽ 260 ക്യാമറകൾ സ്ഥാപിച്ചാണ് മൂന്നാം ഘട്ട കണക്കെടുപ്പ് നടന്നിരുന്നത്. ഭാഗമായിട്ട് നിലമ്പൂർ സൗത്ത് ഡിവിഷനിലെ വനഭാഗങ്ങളിൽ മൂന്നാം ഘട്ടം എന്ന നിലയ്ക്ക് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിരുന്നു. 45 ദിവസത്തോളം നമ്മൾ ഫീൽഡിൽ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. 130 ഗ്രിഡുകളായിട്ടാണ് നിലമ്പൂർ സൗത്ത് ഡിവിഷനിലെ കേരള റേഞ്ചിലെ കരിമ്പുഴ വന്യജീവി സംഘം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഇത് സ്ഥാപിച്ചിരുന്നത്. 40 ദിവസം പൂർത്തീകരിച്ചതിന് ശേഷം ഓരോ ഗ്രിഡ് ചാർജുള്ള ഓഫീസർമാരും വാച്ചർമാരും ചേർന്ന് ക്യാമറ ട്രാപ്പുകൾ തിരിച്ച് സ്റ്റേഷനിലെത്തുകയും തുടർന്ന് പറമ്പിക്കുളം ടൈഗർ കൺസർവേഷൻ ടീമിൻ്റെ നിർദ്ദേശപ്രകാരം നെടുങ്കയത്തെത്തുകയും ചെയ്തു. ഇത് അവർക്ക് ഇന്ന് കൈമാറ്റം ചെയ്യുകയാണ്. കഴിഞ്ഞ 45 ദിവസം ഇതിൽ വന്ന ഡാറ്റാസ് എല്ലാം അനലൈസ് ചെയ്ത് അത് ഡൽഹി ടൈഗർ കൺസർവേഷൻ അതോറിറ്റിക്ക് എത്തിക്കുന്നതായിരിക്കും ഇനി പറഞ്ഞിരിക്കുന്നത്. 45 ദിവസത്തിന് ശേഷം ഗ്രിഡുകളിൽ നിന്നും തിരിച്ചെടുത്ത ക്യാമറകൾ പറമ്പിക്കുളം ടൈഗർ റിസർവിന് കൈമാറി. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി നടത്തുന്ന കടുവ കണക്കെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ള കണക്കെടുപ്പ് നടത്തുന്നത്. ഒന്നാം ഘട്ട സർവേയിൽ കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ സൗത്ത് ഡിവിഷനിൽ മാത്രമാണ് മൂന്നാം ഘട്ട സർവേയുടെ ഭാഗമായുള്ള ക്യാമറ കണക്കെടുപ്പ് നടന്നത്. ഇതിൽ നോർത്ത് ഡിവിഷനെ ഒഴിവാക്കിയിരുന്നു. അതിനാൽ സൗത്ത് ഡിവിഷനിൽ മാത്രമാണ് ജില്ലയിൽ ക്യാമറ സർവേ നടന്നത്. വനമേഖലകളെ ബ്ലോക്കുകളാക്കി തിരിച്ച് ഓരോ ബ്ലോക്കിലും നേരിട്ട് കാണുന്ന കടുവകൾ, കാഷ്ടം, ടെറിട്ടറി മാർക്ക്, കാൽപ്പാട് തുടങ്ങിയവയാണ് ഒന്നാം ഘട്ടത്തിൽ 8 ദിവസത്തെ സർവേയിൽ നടന്നത്. ഈ വിവരങ്ങൾ അനലൈസ് ചെയ്യുന്ന പ്രക്രിയയാണ് രണ്ടാം ഘട്ടത്തിൽ നടന്നത്. ഇതിനുശേഷമാണ് കടുവാ സാന്നിധ്യം മനസ്സിലാക്കിയ മേഖലകളെ 130 ഗ്രിഡാക്കി തിരിച്ച് ക്യാമറകൾ സ്ഥാപിച്ചുള്ള കണക്കെടുപ്പ് നടന്നത്. 2 ചതുരശ്ര കിലോമീറ്ററിനെ ഒരു ഗ്രിഡ് എന്ന നിലയ്ക്ക് തിരിച്ച് ഇവിടെ 6 മുതൽ 10 മീറ്റർ വരെ അകലത്തിൽ മുഖാമുഖമാക്കി 2 വീതം ക്യാമറകളാണ് സ്ഥാപിച്ചിരുന്നത്. പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിൽ 47ഉം നെടുങ്കയം സ്റ്റേഷന് കീഴിൽ 60ഉം ഉൾപ്പെടെ കരുളായി വനം റേഞ്ചിന്റെ കീഴിൽ 107 ഗ്രിഡുകളിൽ 214 ക്യാമറകളും, ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിൽ 18ഉം കരുവാരക്കുണ്ട് സ്റ്റേഷന് കീഴിൽ 5ഉം ഉൾപ്പെടെ കാളികാവ് റേഞ്ചിന് കീഴിൽ 23 ഗ്രിഡുകളിലായി 46 ക്യാമറകളുമാണ് സ്ഥാപിച്ചിരുന്നത്. നോഡൽ ഓഫീസറായ കരുളായി വനം റേഞ്ച് ഓഫീസർ PK മുജീബ് റഹ്മാന്റെ സാന്നിധ്യത്തിൽ പറമ്പിക്കുളം ടൈഗർ മോണിറ്ററിംഗ് സെല്ലിലെ കൺസർവേഷൻ ബയോളജിസ്റ്റ് വിഷ്ണു, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുനീഷ്, ടൈഗർ മോണിറ്ററിംഗ് വാച്ചർമാർ എന്നിവർക്കാണ് ക്യാമറകൾ, മെമ്മറി കാർഡ്, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ, ഡാറ്റാ ഷീറ്റ് എന്നിവ പരിശോധിച്ച് കൈമാറിയത്. പറമ്പിക്കുളത്തെത്തിക്കുന്ന മെമ്മറി കാർഡുകളും മറ്റും പരിശോധനയ്ക്ക് ശേഷം ഡാറ്റകൾ ക്രോഡീകരിച്ച് ഡൽഹിയിലെ ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിക്ക് കൈമാറും. ഇതോടെ ഫീൽഡ് തല സർവേക്ക് സമാപനമാവുകയും ഡൽഹിയിൽ നടക്കുന്ന ഡാറ്റ പരിശോധനയോടെ 4ാം ഘട്ടവും പൂർത്തീകരിക്കുകയും ഈ വർഷത്തെ കടുവാ സർവേ പൂർത്തീകരിക്കുകയും സമ്പൂർണ്ണ കണക്ക് പുറത്തു വരികയും ചെയ്യും. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.